ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് നമ്മൾ വണ്ടി എടുക്കാൻ വന്നേക്കുന്നത് ഉച്ച കഴിഞ്ഞിട്ടാണ്. ഏകദേശം 2:30 ആയിട്ടുണ്ട്. 2:30, അതെ 2:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വൈകിയാണ് ഇറങ്ങുന്നത്. രാവിലെ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷേ അതിനിടയ്ക്ക് ഒരു മഴ പെയ്തു. പിന്നെ മീൻസ് രാത്രി നല്ല തണുപ്പാണ്. അപ്പോൾ നാച്ചുറലി നന്നായിട്ട് ഉറങ്ങിപ്പോയി. പിന്നെ എഴുന്നേക്കുന്നത് 8 മണി കഴിഞ്ഞിട്ടാണ് എഴുന്നേക്കുന്നത്. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും എന്തുട്ടാണ് ഏകദേശം 10-10:30 ആവും. പിന്നെ 11 പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഇവിടെ വന്നിട്ട് പിന്നെ വണ്ടിയിൽ ചെയ്യേണ്ട സെറ്റും എല്ലാം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഉച്ചയാവും. അതായിട്ട് ഇവിടുത്തെ ട്രിപ്പ് ആ സമയത്ത് കിട്ടാൻ സാധ്യത കുറവുള്ളതുകൊണ്ട് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പറയാനും പറ്റില്ല കേട്ടോ. കാരണം വെച്ചാൽ ചിലപ്പോൾ ട്രിപ്പ് അടിക്കാനുള്ള സാധ്യത ഉണ്ടാവും. പക്ഷേ എന്നിരുന്നാലും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിന്നപ്പോഴത്തേക്ക് ഏകദേശം 10:30 ആയി. പിന്നെ മഴ പെയ്തേക്കണോണ്ട് ചെള്ള തെറിച്ചുണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇത് ക്ലിയറാക്കി വരുമ്പോഴത്തേക്ക് ഏകദേശം 11 മണി 11:30 എല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോൾ പിന്നെ ഉച്ചയാവും. അപ്പോൾ അത് കാരണമാണ് ഞാൻ പിന്നെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ ഏകദേശം 2:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഓരോ ആപ്പായിട്ട് നമുക്ക് ഓൺ ചെയ്യാം കേട്ടോ. അതുമാത്രമല്ല, ഇന്ന് വൈഫിനെ വിളിക്കാൻ നോക്കിയിട്ട് കിട്ടണമുണ്ടായില്ല. ആളുടെ ഫോണിൽ സിമ്മിന് എന്തോ ടവർ കാണിക്കുള്ള അങ്ങനെ എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കിട്ടാത്തതിൻ്റെ. അപ്പോൾ നമുക്കപ്പോൾ ഓരോ ആപ്പുകളായിട്ട് ഓൺ ചെയ്യാം കേട്ടോ. നിലവിൽ നെറ്റെല്ലാം ഓണാക്കിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇവിടെ മെയിനായിട്ട് എൻ്റെ മൊബൈലിൽ എപ്പോഴും ഓണാക്കി കിടക്കുന്ന സാധനം നെറ്റായിരിക്കും. ഇന്നലെ രാത്രി ഞാൻ നെറ്റ് ഓൺ ചെയ്യാതെ കിടന്നത്. എന്ത് ചെയ്യാനാ, അത് നല്ല ഉറക്കക്ഷീണത്തിലാണ് കിടന്നത്. നമ്മൾ ചിന്തിച്ചില്ല പെട്ടെന്ന്. യാത്രി ഓണാക്കി. ഓക്കെ, യാത്രി ഓണാണ്. നമുക്ക് ഓല ക്യാബിലേക്ക് കിടക്കാം. ഓല ക്യാബിൽ ഈ ആഴ്ച ട്രിപ്പ് വളരെ അല്ല, ഈ ആഴ്ച ട്രിപ്പ് അടിച്ചിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് യൂബറിലേക്ക് കിടക്കാം. യൂബറിൽ നമുക്ക് ഇങ്ങോട്ടേക്കാണ് കാശ് 54 രൂപ കണ്ടും റിട്ടേൺ ചെയ്യാനുണ്ട് ബാങ്കിലേക്ക്. അപ്പോൾ അത് പക്ഷേ തിങ്കളാഴ്ചത്തേക്കാവുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് നെഗറ്റീവ് ബാലൻസ് ഒന്നുമില്ല. നെഗറ്റീവ് ബാലൻസ് ഈ കാശ് നമ്മൾ ഇങ്ങോട്ടേക്ക് പോവും. നമ്മുടെ യൂബർ ഫീസിലേക്ക് പോവും, പ്ലാറ്റ്ഫോം ഫീസിലേക്ക് പോവും. അപ്പോൾ ആ കാശും അങ്ങനെ ഗർഭ. ഓക്കെ, അപ്പോൾ നമ്മളത് ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് അടിക്കാമെന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും NC ക്യാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് യൂബർ ട്രിപ്പ് എങ്ങോട്ടേക്കാണെന്ന് നോക്കാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് യൂബറിൽ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചേക്കുന്നത് പിന്നെ മുപ്പത്തടത്തുനിന്നാണ്. അപ്പോൾ ആലുവ സൈഡിലേക്കാണ് അടിച്ചേക്കുന്നത്. നമുക്കപ്പോൾ പോയി പിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാ ആപ്പുകളും ഓഫ് ചെയ്യട്ടെ. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ആലുവയിൽ, അതായത് ഇങ്ങോട്ടേക്ക് കുട്ടമശ്ശേരിയിലേക്കായിരുന്നു ഡ്രോപ്പിംഗ് ഉണ്ടായത്. അപ്പോൾ ആ ഡ്രോപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആ ഡ്രോപ്പ് ചെയ്ത ലൊക്കേഷനിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്തായിട്ട് മെയിൻ റോഡിൽ തന്നെ ഒരു ഫ്ലാറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തോട്ടുമുഖം ഭാഗത്തേക്ക് ട്രിപ്പ് കിട്ടിയായിരുന്നു. അപ്പോൾ അതും ഡ്രോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. മൊത്തം 405 രൂപയാണ് നമുക്ക് ഇത് കിട്ടിയേക്കുന്നത്. 2 ട്രിപ്പിലും കൂടെ 405 രൂപ ഫെയർ കിട്ടിയിട്ടുണ്ട്. പിന്നെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഒരു കോമഡി കാണിച്ചു തരാമേ. കണ്ടോ, 119 രൂപ പേയ്മെൻറ്റ് നൽകാനുണ്ടെന്ന് പറഞ്ഞ് ഇപ്പോഴേ മെസ്സേജ് ഇട്ടേക്കുക. എന്താല്ലേ ഇപ്പം നമ്മളൊന്നും വിശ്വാസമില്ലാതായിപ്പോയി ഗൈസ്. യൂബറിന് ഡെയിലി നമ്മൾ ഇങ്ങോട്ടേക്ക് എന്തിട്ടാണ് നമുക്ക് പേയ്മെൻറ്റ് തരാനുണ്ടെങ്കിൽ ഒരു മിണ്ടാട്ടുമില്ല. കറക്റ്റായിട്ട് ഇത് നമ്മൾ ഡെയിലി അങ്ങോട്ടേക്ക് പേയ്മെൻറ്റ് കറക്റ്റായിട്ട് ഒരു മൈനസ് കാണിക്കുമ്പോൾ തന്നെ, മീൻസ് ഇപ്പോൾ ഇതുപോലെ മെസ്സേജ് വരുമ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ട് കറക്റ്റായിട്ട് അടയ്ക്കുന്നുണ്ട്. അത് ഒരു 300 മേളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാറുണ്ട്. എന്നിട്ട് ഇതുപോലത്തെ മെസ്സേജ് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. മോശമായി പോയി. പിന്നെ നമുക്കൊന്ന് വണ്ടി ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം വെച്ചാൽ രണ്ടാമത്തെ ഡ്രോപ്പ് ഒരു ഇടവഴിയിലേക്കായിരുന്നു. അപ്പോൾ അവിടുന്ന് മെയിൻ റോഡിലേക്ക് കയറി റൈറ്റിലേക്ക് ഇരിഞ്ഞ് കയറി ഒരു കുഴിയുണ്ട്. നമ്മുടെ ആലുവ മാറമ്പള്ളി റൂട്ടാണ് കേട്ടോ.
ഈ എറണാകുളം എന്ന് ശരിക്കും പറയണമെങ്കിൽ ഇവിടെ ഇത് ആലുവ കുളമാണ്. ആലുവ മാറമ്പള്ളിയിലേക്കുള്ള കുളമാണ്. വേണമെങ്കിൽ ബോട്ട് സർവീസ് മറ്റേ ഓഫ് റോഡ് റേസൊക്കെ നടത്താട്ടെ ഇവിടെ. അത്രയ്ക്കും നല്ല കുഴിയാണ്. ഏകദേശം കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ജാതി കുഴിയാണ്. ഞാൻ എന്തായാലും ഒന്ന് നോക്കട്ടെ കേട്ടോ, നമ്മുടെ വണ്ടിക്ക് വല്ലതും പറ്റിയിട്ടുണ്ടോ നോക്കട്ടെ. കാരണം എന്തിട്ടാണ് ബാക്കിൽ വന്ന ടൂ വീലർ നോക്കണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാര്യമായിട്ട് അടിയൊന്നും അങ്ങനെ അടിച്ചിട്ടൊന്നുമില്ല. ഇതിപ്പോൾ കുഴിയിലെല്ലാം കയറി കയറി ഈ കോലത്തിലായി ഇതിൻ്റെ ഫ്ലാപ്പൊക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ ഒരു ശരിക്കും പറഞ്ഞാൽ അതുപോലത്തെ കുഴിയാണ്. നമുക്ക് ഈ ആലുവ പെരുമ്പാവൂർ KSRTC റൂട്ടിൽ ഏകദേശം മാറമ്പള്ളിക്ക് അടുത്ത് വരെ നല്ല രീതിയിൽ കുണ്ടും കുഴിയാണ് കേട്ടോ. അയ്യോ, പ്രഗ്നൻസി ആയിട്ടുള്ളവർ ഇതുവഴി അധികം, അതായത് അറിയാത്തവരാരെങ്കിലും ഇതുവഴി വന്നിട്ടുണ്ടെങ്കിൽ, പ്രഗ്നൻസി ആയിട്ടുള്ള ആരെങ്കിലും കൊണ്ട് വന്നെയാണെങ്കിൽ ദൈവത്തോർത്ത് ഈ വഴി അവോയ്ഡ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും വഴി വരിക. അതായത് മാറമ്പള്ളി കഴിഞ്ഞാലേ നല്ല റോഡുള്ളൂ. അത് ആലുവയിൽ നിന്ന് ഇവിടം വരെ നല്ല മോശം റോഡാണ്. അത് തോട്ടുമുഖം കഴിഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട. തോട്ടുമുഖം തൊട്ട് അങ്ങോട്ടേക്ക് നല്ല മോശം റോഡാണ്. അപ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ വരിക. നമ്മളെ ടാക്സി ഡ്രൈവേഴ്സും സൂക്ഷിച്ചും കണ്ട് വരിക. കാരണം പുതിയ വണ്ടിയാണെങ്കിൽ പോലും നമ്മൾ കുഴിയിൽ അറിയാതെ കണ്ട് അജ്ജാതി കുഴിയാണ് കേട്ടോ. അതായത് നമുക്ക് ഈ ഓഫ് റോഡൊക്കെ ചെയ്യൂലോ, ഓഫ് റോഡ് റേസൊക്കെ ആക്കുമല്ലോ, കോമ്പറ്റീഷനൊക്കെ, അജ്ജാതി കുഴിയാണ്. ഞാൻ പോലും എന്തിട്ടാണ് പതിയെ ഫസ്റ്റ് ഇയർ ഇട്ട് പതിയാണ് എടുത്തത്. അങ്ങനത്തെ കുഴിയാണ്. അപ്പോൾ എല്ലാവരും അത് നോക്കിയും ശ്രദ്ധിച്ചും കണ്ട് വരിക. സ്ഥിരം പോകുന്നവർക്ക്, വന്ന് പരിചയമുള്ളവർക്കൊക്കെ പിന്നെ ഓൾറെഡി അറിയാം ഇതൊക്കെ ഒക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈം ഇതുവഴി ആരെങ്കിലും പോകണമെങ്കിൽ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ട്രിപ്പ് അതിനുശേഷം അടിച്ചിട്ടില്ല. ഒരു ട്രിപ്പ് വന്നു, ട്രിപ്പ് റഡാറിലായിരുന്നു, അത് നമുക്ക് പക്ഷെ കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് യൂബറിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. തോട്ടുമുഖത്ത് തന്നെ, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് പോയി പിക്ക് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇവിടെ തോട്ടുമുഖത്തുനിന്ന് കിട്ടിയ ട്രിപ്പ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ വല്ലത്തേക്കാണ് കിട്ടിയത്, പെരുമ്പാവൂരിനടുത്തുള്ള വല്ലം, സൗത്ത് വല്ലം. അപ്പോൾ ഡ്രോപ്പിങ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ റോട്ടിൽ തന്നെ, ഒരു ചെറിയ റോഡാണ് ഭാഗ്യത്തിന്, ഈ റോട്ടിലൊരു ഗോഡൗൺ ഉണ്ട്. ഗോഡൗൺ പൂട്ടിക്കിടക്കുകയാണ്. ഇതാണ് ഗോഡൗൺ പൂട്ടിക്കിടക്കുകയാണ്. അപ്പം നമ്മൾ അതിൻ്റെ മുമ്പിൽ നല്ല ഗ്യാപ്പുണ്ട് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ടൊക്കെയാണ്. കാരണം ഈ റോഡ് കണ്ടാൽ അറിയാം നിങ്ങൾക്ക്, ചെറിയ റോഡാണ്. നമ്മൾ വണ്ടി അവിടെ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ MC റോഡിൽ കയറിയിട്ട് AM റോഡിൽ കയറിയിട്ട് പാർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തൊന്നും കിട്ടത്തില്ല. മാത്രമല്ല വെയിലും ഉണ്ടാവും, നല്ലപോലെ വെയിലടിക്കട്ടെ. ഇവിടെ ആകുമ്പോൾ കുറച്ച് നല്ല തണലുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യുന്നു, ഇവിടുന്ന് കിട്ടുമെന്ന് നോക്കാം. കാരണം ഇന്ന് ഞായറാഴ്ച ചെയ്തുകൊണ്ട് വല്ല അടിയും കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു അടി വന്ന, പക്ഷേ ട്രിപ്പ് റഡാറിലാണ്. നമ്മൾ അത് അസെറ്റ് ചെയ്താൽ നോക്കിയിട്ടും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ട്രിപ്പിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഓല ക്യാബ്, പെരുമ്പാവൂർ സൈഡിൽ ഓല ക്യാബ് അവൈലബിൾ അല്ല, നിലവിൽ ഓല ക്യാബ് അവൈലബിൾ അല്ല. ഇനിയിപ്പോൾ ഇവിടെ അവൈലബിൾ ആണോ എന്നറിയില്ല, നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാരണം ഇത് പെരുമ്പാവൂർ ടൗണല്ലല്ലോ. അപ്പോൾ നമുക്ക് അറിയണമെങ്കിൽ ഓല ക്യാബിൻ്റെ ആപ്പ് എടുത്തിട്ട്, പാസഞ്ചർ ആപ്പ് എടുത്ത് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ സർവീസ് ഉണ്ടാകുന്നു. നമുക്ക് തൽക്കാലത്തേക്ക് ആലുവ മെട്രോ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അടിച്ചു നോക്കട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇവിടെ കുഴപ്പമില്ല കേട്ടോ. ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ആലുവയിലേക്ക് മറ്റേ ഒല ക്യാബ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ നിൽക്കുന്ന സൈഡാണ് കേട്ടോ. ഇത് പെരുമ്പാവൂർ എത്തിയിട്ടില്ല. പെരുമ്പാവൂർ ടൗണിന് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ മുമ്പായിട്ടാണ്. കുഴപ്പമില്ല, എന്നാലും പെരുമ്പാവൂരിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടുന്ന് കുറച്ച് പോയാൽ മതി പെരുമ്പാവൂർക്ക്. ഏകദേശം ഇവിടെ ആയിട്ടാണ് നമ്മൾ ഏകദേശം ഈ ഭാഗമല്ല കേട്ടോ. ഞാനിപ്പോൾ ഏത് ഭാഗത്താണ് നിൽക്കണത്? ഇതിനകത്ത് ഒല ക്യാബിൽ ഇപ്പോഴും ഞാൻ പടിഞ്ഞാറക്കടങ്ങല്ലൂർ തന്നെ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നത് കൈസ്. എന്താന്നാവോ പിന്നെ അപ്ഡേഷൻ്റെ കുഴപ്പമാണോ? എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ട്രിപ്പ് വെയിറ്റ് ചെയ്യാം. വെറുതെ ഓൺ ചെയ്ത് വെച്ചെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാശൊന്നുമില്ലല്ലോ ഒല ക്യാബിന്. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ.
ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. പെരുമ്പാവൂരിൽ നിന്നാണ് അടിച്ചേക്കുന്നത്. പെരുമ്പാവൂർ ടൗണിൽ നിന്നാണ് അടിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് പോയി പിക്ക് ചെയ്യാം ആളെ. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് പെരുമ്പാവൂരിൽ നിന്ന് കിട്ടിയ ട്രിപ്പ് കളമശ്ശേരിക്കായിരുന്നു കിട്ടിയിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് പെരുമ്പാവൂർ ടൗണിൽ നിന്നാണ് എടുക്കേണ്ടി വന്നത്. പെരുമ്പാവൂർ ടൗണിൽ നിന്ന് എടുത്തപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നോർത്ത് കളമശ്ശേരി ചാക്കോളാസ് കൺവെൻഷൻ സെൻറ്ററിലാണ് ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരെ ഡീസൽ കുറവായിരുന്നു, ഡീസൽ വല്ലാതെ കുറവായിരുന്നു. അതുകൊണ്ട് ഡീസൽ അടിച്ചു. നമ്മുടെ നോർത്ത് കളമശ്ശേരിയിലെ HP പമ്പിൽ നിന്ന് ഡീസലൊക്കെ അടിച്ചു, സെറ്റാക്കി. പക്ഷേ ഇനിയും നമ്മൾ ഓടണം കേട്ടോ. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ ഓൾറെഡി ഏകദേശം കളമശ്ശേരി വരെ എത്തി. ഇനി ഇവിടുന്ന് കുറച്ച് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ എൻ്റെ വീടായി. അപ്പോൾ ഇത്രയ്ക്കും തൊട്ടടുത്ത് എത്തിയത് കൊണ്ട് തന്നെ പിന്നെ ഇപ്പോൾ ഡീസൽ രണ്ടാമത് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ ഇത്ര നേരം വരെ ഓടിയത് നമ്മൾ ഇന്നലെ അടിച്ച ഡീസലിലാണ് ഓടിച്ചത്. അപ്പോൾ ഇന്നിപ്പോൾ 500 രൂപ ഡീസൽ അടിച്ചിട്ടുണ്ട്. ഇതും വെച്ച് ഓടിച്ച് കഴിഞ്ഞാൽ പിന്നെ നാളത്തേക്ക് പണിയാവും. മാത്രമല്ല നമുക്ക് കിട്ടിയേക്കണ കളക്ഷൻ എന്ന് പറയുന്നത് 1029 രൂപ കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. അത് ഇന്ന് ഡീസൽ അടിച്ചിട്ടില്ല കേട്ടോ. അതായത് ഇന്നലെ അടിച്ചതല്ല, എനിക്ക് തോന്നുന്നു ഏകദേശം മിഞ്ഞാന്ന് അടിച്ച ഡീസലാന്ന് തോന്നുന്നു. മിഞ്ഞാന്നാണോ? എന്തായാലും ഇന്നലെ അടിച്ച ഡീസലിൻ്റെ ഇന്നലെ ഓടിയായിരുന്നല്ലോ മറ്റേ. അപ്പോൾ നമുക്ക് ഇന്നലെ ആകപ്പാടെ 3 ട്രിപ്പുകളാണ് കിട്ടിയത്. ഏകദേശം കാലി ഓടാതെ തന്നെ ആലുവ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ആലുവയിൽ നിന്നാണ് നമ്മൾ കാലി ഓടിച്ച് ഇങ്ങോട്ടേക്ക് എത്തിയത്. അപ്പോൾ ഏകദേശം ഡീസൽ കുറച്ച് വണ്ടിക്കകത്ത് ബാലൻസ് ഉണ്ടായി. ആ ബാലൻസ് ഉള്ള ഡീസലിലാണ് നമ്മൾ ഇന്ന് ഓടിച്ചത്. ഏകദേശം 1029 രൂപ കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ട്രിപ്പിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഇന്ന് കിട്ടിയ കസ്റ്റമേഴ്സ് എല്ലാം നല്ല രീതിയിൽ നല്ല മൈൻഡുള്ള ടീംസായിരുന്നു. വണ്ടിയിൽ കയറിയിട്ട് നല്ല സഹകരണമായിരുന്നു എല്ലാവരും. പിന്നെ ഇതിൽ രണ്ടാമത് കയറിയ കസ്റ്റമർ എനിക്ക്, അതായത് രണ്ടാമത് കയറിയ കസ്റ്റമർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ഭാഗത്തുനിന്നാ, മറ്റേ തോട്ടുമുഖത്തേക്കുള്ള ട്രിപ്പായിരുന്നു തോന്നുന്നു. ആ കസ്റ്റമർ എനിക്ക് ടിപ്പായിട്ട് 50 രൂപ എക്സ്ട്രാ തന്നിട്ടുണ്ടായിരുന്നു. ക്യാഷായിട്ടാണ് തന്നത് കേട്ടോ. അപ്പോൾ അത് വല്ലാത്തൊരു അനുഭവമായി പോയി. കാരണം വെച്ചാൽ നമുക്ക് ടിപ്പ് കിട്ടും, 10 രൂപ 20 രൂപയൊക്കെ ടിപ്പ് കിട്ടും. പക്ഷെ 50 രൂപ, അതും അങ്ങേര് 500 നോട്ട് തന്നിട്ട് 200 രൂപയാണ് ഫെയർ ആയത്. അപ്പോൾ അങ്ങേര് എൻ്റെ അടുത്ത് പറഞ്ഞു റിട്ടേൺ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ബാലൻസ് 250 രൂപ തന്നാൽ മതി കേട്ടോ. ഞാനിങ്ങനെ സാർ 250, അതെ 250 തന്നാൽ മതി. അപ്പോൾ ഓക്കെ സാർ, ഞാൻ ഇങ്ങനെ കൊടുത്തിട്ട് താങ്ക്സും കൂടെ പറഞ്ഞു. കാരണം വെച്ചാൽ നമുക്ക് 50 രൂപ എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം പ്ലാറ്റ്ഫോം ഫീസാണെന്ന് ആലോചിക്കണേ. അപ്പോൾ നമുക്ക് ഏകദേശം ചായ പിടിക്കാനുള്ള കാശാണ് അയാൾ ഓഫർ ചെയ്തത്. അതായത് അയാൾ പറയാതെ തന്നെ നമുക്കൊരു ചായയും കടിയാണ് ഓഫർ ചെയ്തത്. അപ്പോൾ അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഏറ്റവും അവസാനം കയറിയ കസ്റ്റമർ നല്ല കമ്പനിയായിരുന്നു. അങ്ങേരെ മറ്റേ ചാക്കോളാസിൻ്റെ ചാക്കോളാസിൻ്റെ കൺവെൻഷൻ സെൻറ്ററിലേക്ക് ആദ്യമായിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തു, ഇതാണ് സ്ഥലം. അപ്പോൾ ഇവിടുന്ന് അങ്ങേര് ചോദിച്ചു രാത്രി മറ്റേ പെരുമ്പാവൂർക്ക് പോയ വണ്ടി ഉണ്ടാവില്ല. അപ്പം ഞാൻ പറഞ്ഞു പെരുമ്പാവൂർക്ക് ഡൗട്ടാണ്. കാരണം വെച്ചാൽ അങ്ങോട്ടേക്ക് നമുക്ക് അധികം റിട്ടേൺ കിട്ടാത്തതുകൊണ്ട്, പോയി കഴിഞ്ഞാൽ റിട്ടേൺ കിട്ടാത്തതുകൊണ്ട് ചെറിയൊരു ഇതുണ്ടെന്ന് പറഞ്ഞപ്പോൾ ശരി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഓക്കെ അങ്ങേര് ഇറങ്ങി. ഓക്കെ, അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഈ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഓക്കെ, ഇന്നത്തെ ഇത്ര ഉള്ളൂ. ഇനി അധികം ഓടല്ല കേട്ടോ. ഇനി നാളെ നമുക്ക് ഓടാം. നാളെ രാവിലെ ഇറങ്ങാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.